UDF-ൽ നേതാക്കളും പ്രവർത്തകരും ആകെ അസ്വസ്ഥരാണ്. മികച്ച വിജയം നേടിയിട്ടും ഒന്ന് ആഘോഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ. ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ നേതാക്കൾക്ക് പോവാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത് പറഞ്ഞത് മലപ്പുറം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാസ്റ്ററാണ്. ആളുകൾക്കിടയിൽ അങ്ങാടിയിൽ, ചായക്കടയിൽ, കല്യാണ വീട്ടിൽ എല്ലാം ആയോ എന്നുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രി തല്ലിക്കഴിഞ്ഞു വേണമല്ലോ മന്ത്രിമാർക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങാൻ. അതിനുകൂടി പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നണിയിലെ ഘടകകക്ഷികളും നിൽക്കുന്നത്. പലയിടത്തും സ്ഥാനാർത്ഥികൾ നന്ദി പ്രകടനത്തിനായി വരുന്നില്ല. ഗ്രൂപ്പ് കളി ഉണ്ടാകുമോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയമാണ്. ഈയിടെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത നാദാപുരത്തെ സ്ഥാനാർത്ഥി KM അഭിജിത്ത് അണികളുടെ രോഷപ്രകടനത്തിന് കാരണമായി. ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും ഞങ്ങൾക്കത് സ്വീകാര്യമാണെന്ന സംസാരത്തിലൂടെ അദ്ദേഹം അതിന് മറുപടി നൽകി. ഇതേ അവസ്ഥയാണ് ഏത് നേതാക്കളെ പിന്തുണച്ച നേതാക്കൾക്കും പറയേണ്ടി വരുന്നത്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഇതേ രോഷാഗ്നിയിൽ നിൽക്കുകയാണ്. സന്ദീപ് മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണെന്നും അല്ലാതെ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല എന്നും ഗ്രൂപ്പ് കളി തൃക്കരിപ്പൂരിൽ വേണ്ട എന്നുമൊക്കെയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദീപിനെതിരെ പുകയുന്ന രോഷം. അതിനിടെ ഷാഫി പറമ്പിലും KC പക്ഷത്താണെന്നുള്ള അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഷാഫിയുടെ കമന്റ് ബോക്സിൽ നിറയെ രോഷപ്രകടനമാണ്. ഇതുവരെ ഷാഫിയെ സപ്പോർട്ട് ചെയ്തിരുന്നവരെല്ലാം എതിരെ തിരിഞ്ഞു. ഇനി ഇതിനെ മറികടക്കാൻ ഷാഫിയെയും സതീഷിനെയും ചേർത്തുള്ള ഫ്ലക്സുകളും ഉയരുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. സോഷ്യൽ മീഡിയകളിലും രോഷാഗ്നി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾക്ക് വേണ്ടി ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ആഹ്വാനവും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്ന നിർദ്ദേശവും അണികൾ പാലിച്ച് രംഗം തണുത്തു വന്നതായിരുന്നു. അതിനുശേഷമാണ് ലീഗ് ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്ററുടെയും കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെയും പ്രസ്താവന വരുന്നതും മുൻ KPCC പ്രസിഡന്റുമാരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതുമെല്ലാം. ഇതോടെ സോഷ്യൽ മീഡിയ വീണ്ടും ഉണർന്നു. സോഷ്യൽ മീഡിയകളിൽ യുദ്ധം വീണ്ടും മുറുകി. ഇപ്പോൾ അതിന്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുകയാണ്. മാധ്യമങ്ങളും നിശിത വിമർശനം നടത്തിയതോടെ രംഗം വീണ്ടും കൊഴുത്തു. അതേസമയം മറ്റൊരു പാരലൽ വേൾഡിൽ വനിതാ ലീഗ് നേതാവ് സുഹറ മമ്പാട് ലീഗ് സൈബർ പോരാളികൾക്കെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. പേരാമ്പ്രയിൽ വിജയിച്ച ഫാത്തിമ തഹ്ലിയയെ സുഹറ മമ്പാട് അഭിനന്ദിച്ച് FB-യിൽ പോസ്റ്റ് ചെയ്തില്ല എന്ന കാരണമാണ് വലിയ സൈബർ ആക്രമണത്തിന് സുഹറ മമ്പാടിനെ വിധേയമാക്കിയത്. ഇതോടെ നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്, സൈബർ ലീഗുകാരാ എന്നും നിങ്ങൾ 4 അസഭ്യം പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടാൽ ഞാനങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ എന്നുമുള്ള രൂക്ഷ വിമർശനത്തോടെ സുഹറ മമ്പാടും FB-യിൽ സൈബർ ലീഗ് അണികൾക്കെതിരെ പോസ്റ്റ് ഇട്ടു. ഇതോടെ വനിതാ ലീഗും ഹരിതയും പുതിയ ജനറേഷനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സംഘടനത്തിലും 2 തട്ടിലുമായി നിൽക്കുകയാണ്. തന്റെ പ്രവർത്തനവും എടുത്ത കഷ്ടപ്പാടുമെല്ലാം സുഹറ തന്റെ ദീർഘമായ ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒരിടത്ത് മുഖ്യമന്ത്രി ചർച്ച, മറ്റൊരിടത്ത് അഭിനന്ദിക്കാത്തതിന് ചർച്ചയും തർക്കവും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ. Waytonikah.com, the exclusive Muslim matrimonial site.